ചെയ്യണ്ടേ? 5.2 അതിനോട് എന്താ കൂട്ടേണ്ടത്? ഒന്ന് പറഞ്ഞ അവർക്ക് പറ. 7.5. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു ഒരു ദശാംശസംഖ്യയെ കൂട്ടാൻ പറഞ്ഞ ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് ദശാംശസംഖ്യക്ക് എത്ര വശമുണ്ട്? ഒരു വശമാണോ രണ്ട് വശമാണോ? രണ്ട് വശമുണ്ട്. അപ്പൊ ദശാംശ സംഖ്യയുടെ ദശാംശം നോക്കുക. അതിന് ഇപ്പുറത്തെ സൈഡാണ്. ഈ വശം ഏതാ പറയാ? ഇടതാണോ വലതാണോ? ഈ വശത്തിന് എന്താ പറയാ? ഇടതോ വലതോ? വലതുവശം. അപ്പൊ വലതുവശത്ത് കിടക്കുന്ന സംഖ്യ ഉണ്ടോ? ഏതൊക്കെ സംഖ്യകൾ വലതുവശത്ത് കിടക്കുന്നത്? 2 ഉണ്ട്, 5 ഉണ്ട്. അവ തമ്മിൽ കൂട്ടിക്കുക. 2 മുട്ടായി 5 മുട്ടായി. ടോട്ടൽ 7 മുട്ടായി. ഇവിടെ ഇല്ല. ഈ ദശാംശത്തിന് ഇപ്പുറത്ത് വശമുണ്ടോ? അവിടെ ഏതൊക്കെ സംഖ്യകളാണ്? 5, 7. അപ്പൊ 5 മുട്ടായും 7 മുട്ടായും ചേർന്ന് എനിക്ക് എത്ര മുട്ടായുണ്ട്? 12. അപ്പൊ എത്ര കിട്ടിയേ? ഉത്തരം ചോദിക്കണേ. എവിടെ ദശാംശം എവിടെയാ? ഓക്കെ. യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ? സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ? ഇവിടെ നമുക്ക് സെന്റിമീറ്റർ. ഓക്കെ, കിട്ടിയോ? ഇനി അടുത്ത ചോദ്യം പറഞ്ഞേ. 7.1 രാവിലെ എണീറ്റിട്ട് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി. അപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ട്? 7.1 കിലോമീറ്റർ. അത് കഴിഞ്ഞ് സ്കൂള് വിട്ട നേരം രാമൻ എന്ത് ചെയ്തു? അവിടെ ഒരു കാർണിവൽ ഷോ ഉണ്ടായിരുന്നു. എന്താണ്ടായിരുന്നേ? ഒരു കാർണിവൽ ഷോ ഉണ്ടായിരുന്നു. അതായത് മറ്റേ ആകാശച്ചക്രൊക്കെ ഉള്ള സ്ഥലല്ലേ? ആകാശച്ചക്രത്തിൽ കയറിയിട്ടുണ്ടോ നിങ്ങള്? അതെ, യന്ത്രൂഞ്ഞാല്. ഓക്കെ. അതുപോലത്തെ പരിപാടി കാർണിവൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കാർണിവൽ എന്ന് പറഞ്ഞാൽ കുറെ കാറുകൾ കൂടെ നിങ്ങളവിടെ പോയിട്ടുണ്ടോ? പേരിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആരായിരുന്നു? രാമകൃഷ്ണൻ ആരാണ്? അവൻ സ്കൂള് വിട്ട് കഴിഞ്ഞിട്ട് ഈ കാർണിവലിലേക്ക് പോകണം. ആ കാർണിവലിലേക്ക് എത്ര ദൂരമുണ്ട്? 2.9 കിലോമീറ്റർ. അപ്പൊ ആകെ മൊത്തത്തിൽ എത്ര കിലോമീറ്റർ ആണ് രാമൻ നടന്നിട്ടുണ്ടാവുക? അപ്പൊ അത് നോക്കാം. അപ്പൊ ദശാംശങ്ങളുടെ കൂട്ടം എന്ത് ചെയ്യണം? ആദ്യം എടുത്ത് എഴുതുക. 7.1 കിലോമീറ്റർ. അടുത്ത പറഞ്ഞേ. അടുത്ത ഏതാ? എത്ര കിലോമീറ്റർ ആണ് സ്കൂളിൽ കാർണിവലിലേക്ക് നടന്നേ? 2.9 കിലോമീറ്റർ. അപ്പൊ ഞാൻ പറഞ്ഞ ദശാംശങ്ങൾക്ക് എത്ര വശമുണ്ട്? ഒരു വശമാണോ രണ്ട് വശമാണോ? 2 വശം. അപ്പൊ നമ്മുടെ ഈ വശത്തില് ഈ വശം ഏതാ? ഇടതുവശത്തെ സംഖ്യകൾ ഏതൊക്കെയെന്ന് പറഞ്ഞേ. ഇത് ഇടതാണോ വലതാണോ? സോറി, വലതുവശത്തെ സംഖ്യകൾ ഏതൊക്കെയാ? 1, 9. 1നോട് 9 കൂട്ടി എത്ര വരിക? 10. നമുക്ക് ഏതൊരു ഓരോ സ്ഥാനത്ത് നമുക്ക് ഇടാൻ എത്ര വരെ സംഖ്യകളേ ഉള്ളൂ? 0 മുതൽ 9 വരെ ഉള്ളൂ. 10 ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 0 താഴെ ഇട്ടിട്ട് 1 നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സ്ഥാനത്തേക്ക് ഇടുക. അങ്ങനെ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇവിടെ എത്ര? 9 + 1 എത്ര? 10. അപ്പൊ 0 ഇവിടെ ഇട്ടു. 1 ഞാൻ എവിടേക്ക് ഇടുക? 7. ഇനി ഈ വശത്ത് നോക്കിയേ. ഇത് ഇടതുവശമല്ലേ? ആണോ വലതുവശമാണോ? ഏതേതാ വശം? നമ്മൾ ചെയ്യാൻ ബാക്കിയുള്ള വശം ഏതാ? ഈ വശം ഏതാ? ഇടതാണോ വലതാണോ? വലത്. ഇത് ഇടത്. ഈ ഇടതുവശത്തെ സംഖ്യകൾ ഏതൊക്കെയാ നോക്കിയേ? 7 + 2 7 മുട്ടായി. 2 മുട്ടായി കൂട്ടി എത്ര മുട്ടായി? 9. ഇനി ഒരു മുട്ടായിക്കാരൻ മുകളിലുണ്ടല്ലോ. അതിന് കൂട്ടി എത്ര വരും? ഇനി ദശാംശം നമ്മൾ എവിടെ ഇടുക? എവിടെ? ഇവിടെയാണോ? എവിടെ ഇടുക? ഇവിടെയാണോ? 10. ഇനി എന്താ യൂണിറ്റ്? സെന്റിമീറ്റർ ആണോ കിലോമീറ്റർ ആണോ? കിലോമീറ്റർ.